Hi students, ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് ക്യുവൽസ് സാറാണ്. സാറിനെ കുറിച്ച് പറയുമ്പോൾ LP-UP എക്സാമിൽ 15 റാങ്കോടുകൂടി ഇന്ന് സർക്കാർ സർവീസിലാണ് സാറുള്ളത്. കേടെറ്റും സീടെറ്റും അടക്കം ഒരുപാട് എക്സാമുകളിൽ മൾട്ടിപ്പിൾ ടൈംസ് വിന്നറാണ് ക്യുവൽസ് സാറ്. അപ്പോൾ സാറിനെ കുറിച്ച് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ടീച്ചിങ് ഒരു പ്രൊഫഷനായി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഞാൻ മുൻപ് ഈ ടീച്ചിങ് മേലോട്ട് വന്നിട്ടുള്ള ഒരാളായിരുന്നില്ല. പൊതുവേ ആർമി ബേസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ പഠിത്തം ബിടെക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. ബിടെക്കൊക്കെ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള സമയത്ത് ജോലി ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളാണല്ലോ വീടുകളിൽ. നമ്മളൊരു മിഡിൽ ക്ലാസ് ബോയെ സംബന്ധിച്ച് അങ്ങനെയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ഈ പറയുന്ന ടീച്ചർ അറിയുന്നതും. പക്ഷേ കുട്ടികൾ നല്ല അത്യാവശ്യം ഒരു ആവറേജ് എല്ലാം പഠിക്കുമായിരുന്നു. പഠിക്കാനും പഠിപ്പിക്കാനും ഇഷ്ടമാണെന്നുള്ള രീതിയുണ്ട്. പക്ഷേ ആ മേഖലയോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു പാർട്ട് ടൈം ജോലിക്ക് കയറേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം ചെയ്ത് നോക്കിയപ്പം അതെനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സംഭവമായിരുന്നു മറ്റുള്ള ജോലിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ടീച്ചിങ് എന്നുള്ള മേലോട്ട് എന്തുകൊണ്ട് തിരിഞ്ഞുകൂടാ എന്നൊരു ചോദ്യം സ്വയം ഉണ്ടാവുകയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനെ പറ്റി അന്വേഷിക്കുകയും ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പ്രസൻ്റ്ലി. അങ്ങനെയാണ് ഞാൻ ടീച്ചറിലോട്ട് വന്നത്. പിന്നെ ഫ്രണ്ട്സ് മുഖേനൊക്കെ കോച്ചിനെ പറ്റി അറിഞ്ഞു, ഈ LP-UP പറ്റിയിട്ട്, പിന്നെ സ്കൂൾ കോഴ്സിനെ പറ്റി അറിഞ്ഞു. അപ്പം ആ സമയത്ത് ഡിഗ്രി ഇല്ലായിരുന്നു. അപ്പം ഡിഗ്രി ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെ ടീച്ചറാവുന്ന ഒരു ചിന്തയായിരുന്നു. പെട്ടെന്ന് എല്ലാവരും PSC പഠിക്കുകയാണല്ലോ. അപ്പം PSC പഠിക്കുന്ന ആൾക്കാരിൽ സമൂഹത്തിൽ അത്യാവശ്യം നല്ലൊരു മാന്യമായിട്ടൊരു ജോലി കുട്ടികൾക്ക് അറിവ് പറഞ്ഞുകൊണ്ട് പറ്റുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും കൊള്ളാവുന്നൊരു തോന്നലുണ്ടാവുകയും സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ടീച്ചറിലോട്ട് എത്തിയത്. അപ്പോൾ ഇതേപോലെ തന്നെ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഇതേപോലെ ആസ്പിറേഷൻസ് ഉള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം അറിയേണ്ടത് ഇതിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ, അതായത് ബേസിക്കായിട്ട് ഇപ്പോൾ LP-UP എക്സാം ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ എക്സാം എഴുതണം, അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് സാറ് പറയാമോ? LP-UP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എക്സാം വരുന്നത്. ഇപ്പം ബേസിക് ഞാനിപ്പം LP അസിസ്റ്റൻ്റാണ്, PS സ്കൂൾ അസിസ്റ്റൻ്റാണ്, അപ്പോൾ LP സ്കൂൾ ടീച്ചറാണ്. അതിൽ ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആണ്. ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് +2 ആണ്. ഞാൻ ഇതിലോട്ട് വരാൻ വേണ്ടി കാരണമല്ല, ഞാൻ ആ സമയത്ത് ഡ്രോപ്പ് ഔട്ടാണ് ബിടെക്ക്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതം വഴിവിട്ട് നിൽക്കുക. അപ്പം എൻ്റെ കയ്യിലുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എനിക്ക് വരാൻ വേണ്ടി വരുന്ന ഏറ്റവും മികച്ചൊരു ജോലി ഇത് തന്നെയാണ്. അപ്പം +2 വെച്ചിട്ട് പിന്നെ 2 വർഷം TTC എന്നുള്ളത് പിന്നെ DED എന്നുള്ള കോഴ്സായിട്ട് മാറി. പ്രസൻ്റ്ലി ഇപ്പം അത് അറിയപ്പെടുന്നത് DLED എന്നാണ്, ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയും. ഈ കോഴ്സ് 2 വർഷം പോയി നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഓഫ്ലൈനായിട്ട്. പക്ഷേ അത് വളരെ സിമ്പിളാണ്. നമ്മൾ 1 മുതൽ 8ാം ക്ലാസ്സിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന വെച്ചാൽ വളരെ ചെറിയൊരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഒരു കോഴ്സ് പോയി ചെയ്യുക. പിന്നീട് കേടെറ്റ് ഓർ സീടെറ്റ്, ഒന്നുകിൽ കേരള ടീച്ചർ ടെസ്റ്റ് പാസ്സാവുക അല്ലെങ്കിൽ സെൻട്രൽ ടീച്ചർ ടെസ്റ്റ് പാസ്സാവുക, എന്തെങ്കിലും ഒന്ന് മതി. നമുക്ക് പാസ്സായി കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ PSC എക്സാംസിൽ LPSA UPSC പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി എടുക്കാണ്ട് പറ്റും. കേരള PSC അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു ജോലിയിലോട്ട് കയറാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഇപ്പോൾ പിൻവാതിൽ നിയമനവും അല്ലാതെ പല ഇഷ്യൂ മൂലം ഇത് കിട്ടുമോ അല്ലെങ്കിൽ എത്ര കാലം ഇതിന് വെയിറ്റ് ചെയ്യണം തുടങ്ങിയ ഡൗട്ട് ഒരുപാട് പേർക്കുണ്ടാവും. അപ്പോൾ ഈ ഒരു ടീച്ചിങ് മേഖലയിലെ സാധ്യതകൾ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സാധ്യതകളുണ്ട് ടീച്ചിങ് മേഖല വെച്ച് പോകണമെങ്കിൽ. ഇപ്പം ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റുന്നൊരു നല്ലൊരു സമൂഹത്തിലൊരു വില എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. മാത്രമല്ല ഇപ്പം ഗവൺമെൻറ് സ്കൂളുകൾ തന്നെ ലാർജ് സ്കെയിലിലാണ് വേക്കൻസി വരുന്നത്. അപ്പം കഴിഞ്ഞ LPSC വിളിച്ച് ഏകദേശം 20,000 എബോവ് ആണ് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 4 ഇയേഴ്സ് ആകുന്നു. അപ്പം മിക്കവാറും ഈ ഇയർ അവസാനം അടുത്ത വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ വരുമ്പോഴും ഈ റിട്ടയർമെൻറ്റ് പോസ്റ്റുകൾ ഇഷ്ടംപോലെ വേക്കൻ്റ് ആണ്. അതുപോലെ തന്നെ വലിയ ലാർജ് സ്കെയിൽ ആ വേക്കൻസി വരുമ്പോഴത്തേക്കും പഠിച്ചിരുന്ന ആൾക്കാർക്കെല്ലാം ജോലിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രോപ്പറായിട്ട് ടൈം മാനേജ് പഠിക്കുന്നവർക്ക് കയറാൻ വേണ്ടി പറ്റും. പിന്നീട് ഇപ്പം ഗവൺമെൻറ് സ്കൂളിൽ മാത്രമല്ല, ഈവൻ ഒരു പ്രൈവറ്റ് സ്കൂളുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ കേഡറ്റ് പാസ്സാവണം, ബേസിക് ക്വാളിഫിക്കേഷൻസ് പാസ്സാവണം. ഇപ്പോൾ LP-UP പാസ്സായിട്ട് റാങ്ക് ലിസ്റ്റുള്ളവർക്ക് ആണ് മുൻഗണന. ഇപ്പം ഒരു എക്സാം പാസ്സാകാത്തവർക്ക് അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സാം ഇപ്പം കേഡറ്റോ സീഡറ്റോ അല്ലെങ്കിൽ LP-UP ഒക്കെ പാസ്സാകുന്ന ഒരാൾക്കാണ് ഒരു സ്കൂളിൽ, ബേസിക് സ്കൂളുകളായിക്കോട്ടെ, ഗവൺമെൻറ് സ്കൂളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൈവറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഇവർക്കാണ് സാധ്യത. മാത്രമല്ല മണിക്കൂറിനാണ് കാശ്. ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിയിട്ട് അനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ കഴിവുള്ളവർക്ക് ഉറപ്പായിട്ടും കയറി പോരാൻ വേണ്ടി പറ്റിയ മേഖല തന്നെയാണ് ടീച്ചിങ് പറയുന്നത്. അപ്പം സർക്കാർ ജോലിയിലേക്കാണ് കിടക്കണമെന്ന് LP-UP പാസ്സാവണം. അപ്പം അതിനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നതാണ് കേട്ടറ്റാണ്. ഇനിയിപ്പം സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ സീറ്ററ്റ് എക്സാം ഉണ്ട്. അപ്പം ആ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് സാർ? അപ്പം DLEDോ അല്ലെങ്കിൽ TTC BEd ഒക്കെ എഴുതുന്നവർക്ക് കേഡറ്റോ സീറ്ററ്റോ അറ്റംപ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. ലൈക്ക് ഇപ്പം 2 വർഷമുള്ള കോഴ്സ് വരുന്നത് TTC എന്ന് പറയുന്നത്. ആ കോഴ്സിൻ്റെ ഫസ്റ്റ് ഇയർ, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമ്മ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ ടെറ്റിന് എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് മാത്രമാണ് ക്വാളിഫിക്കേഷൻ. +2 വിത്ത് ഈ ഡൂയിങ് DLED ഓർ TTC സ്റ്റുഡൻസിന് ടെറ്റിന് അപ്ലൈ ചെയ്യാം. ഏറ്റവും രസകരമായിട്ടുള്ളതെന്ന് വെച്ചാൽ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വേണമെങ്കിൽ പാസ്സായിട്ടാൻ വേണ്ടി പറ്റും. ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ട് അക്കാഡമിക്സ് ഫോളോ ചെയ്ത് പോകുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഈ
കോച്ചിങ് സ്കൂളിൽ പോയി അല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കുന്ന ഒരു കുട്ടിക്ക് അയാൾ പാർട്ട് ടൈമായിട്ട് ഒരു ട്യൂഷൻ ക്ലാസ്സിൽ ജോലി കൂടെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഒരു പ്രോപ്പർ മെൻറ്ററും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പ്രോഗ്രാം ഉള്ളതുപോലെ മെൻറ്ററും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഇവിടുന്ന് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആ 2 വർഷത്തെ കോഴ്സ് തന്നെ ടെറ്റും പാസ്സാവും, അല്ലെങ്കിൽ LPSയും പാസ്സായിട്ട് ഇറങ്ങും. ആ വർഷം എക്സാം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാൻസസ് വളരെ സാധ്യത കൂടുതലാണ് ഇന്നത്തെ സമൂഹത്തിൽ. നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ PSC ടോക്കിൻ്റെ ഇവിടെ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് രാവിലെ കേട്ടറ്റിൻ്റെ പ്രോഗ്രാമുണ്ട്, അതായത് കോച്ചിങ് ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സിൽ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്ത വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ സാറ്. പിന്നീട് അദ്ദേഹം ഇവിടെ അധ്യാപകനായി ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം സാറ് പല കുട്ടികൾക്കുള്ള സംശയമാണ്, അവർക്ക് എക്സാം ഉണ്ടെന്നറിയാം, ക്വാളിഫൈ ചെയ്യണം ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ പഠിക്കണം, എന്തായിരിക്കണം അതിനുള്ള സ്ട്രാറ്റജി, അത് പലർക്കും മിസ്സാവുന്ന അവിടെയാണ്. കാരണം കൃത്യമായൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്നില്ല. അപ്പോൾ സാറിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഞാനിപ്പം PSC ടോക്സിലോട്ട് വന്ന സമയത്ത് ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ വേറൊരു നമുക്ക് എക്സ്പീരിയൻസ് നമ്മളില്ല. അപ്പം എങ്ങനെ ഒരു ഗവൺമെൻറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്നെ ഇവിടുത്തെ ഈ രാവിലത്തെ 4 പരിപാടി നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം എന്ന സാധനം അതിൽ മെൻറ്ററുടെ സപ്പോർട്ടാണ് ഏറ്റവും എടുത്തിട്ടുണ്ടെന്ന്. കാരണം നമ്മൾ പിന്നെ അറിയാമല്ലോ, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ചൂടെ നമുക്ക് എല്ലാവർക്കും കാണത്തുള്ളൂ. പിന്നീട് നമ്മൾ പതുക്കെ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പഠിക്കാൻ ടൈം കിട്ടാറില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർ നമ്മളെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നത്, നമ്മളിപ്പം ഒരു ക്ലാസ് മിസ്സാക്കി കഴിഞ്ഞാൽ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നത്, നമ്മളൊരു സാധാരണ പൊതുവേ കാണുന്ന ഒരു സിറ്റുവേഷൻ വെച്ചാൽ നമ്മളടുത്ത് പോയി പഠിക്കുന്നു, ജോയിൻ ചെയ്യുന്നു, അവിടെ നിന്ന് കോഴ്സിൻ്റെ വീഡിയോസ് നമുക്ക് തരുന്നു, എക്സാം ലിങ്ക് തരുന്നു, നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് അവർ അന്വേഷിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിക്കുക, പൊതുവേ സൊസൈറ്റി നടക്കുന്ന സംഭവം അതാണ്. പക്ഷേ ഇവരെ വ്യത്യസ്തരാക്കി ഇവരിപ്പം എനിക്ക് ഫീൽ ചെയ്തത് എന്ന് വെച്ചാൽ, ഞാൻ മുങ്ങിയാലും ഇവർ പ്രോപ്പറായിട്ട് തന്നെ അന്വേഷിച്ച് വന്ന് എന്തുകൊണ്ട് സാർ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്താണ് റീസൺ, എന്താണ് എന്തെങ്കിലും എക്സ്ട്രാ ഹെൽപ്പ് വേണോ, അല്ലെങ്കിൽ ഇപ്പം ആൻസർ റൈറ്റിങ്ങിൽ എന്താണ് നമുക്ക് തരേണ്ടത്, നമ്മളുടെ പോരായ്മ അല്ലെങ്കിൽ പ്രശ്നം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എങ്ങനെ സോൾവ് ചെയ്യുന്ന സപ്പോർട്ട് സിസ്റ്റം ഭയങ്കരമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരിക്കലും നമുക്ക് ഫുൾ ടൈം ഒരേ മോട്ടിവേഷനിൽ പോകാൻ വേണ്ടി പറ്റത്തില്ല. സ്റ്റാർട്ടിങ്ങിലുള്ള മോട്ടിവേഷൻ നടത്തണമെങ്കിൽ ഒരു സപ്പോർട്ട് ടീം നമുക്ക് വേണം. പിന്നെ ഞങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് ടീമാണ്, ആ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പാണെങ്കിലും എല്ലാം ഒട്ടനവധി തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്കോ സിസ്റ്റം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇന്നിവിടെ നിൽക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിനു മുമ്പും പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോച്ചിങ്ങിന് പോയിട്ടുണ്ട് ഓഫ്ലൈനായിട്ട്. പക്ഷേ ഓഫ്ലൈനായിട്ട് പോയിട്ട് കിട്ടാത്തൊരു സംഭവമാണ് എനിക്ക് ഓൺലൈനായിട്ട് ചെയ്തപ്പോൾ കിട്ടിയത്. അത് ഭയങ്കര എഫക്റ്റീവ് ആയി എന്നുള്ളത് വേണം പറയാം. വളരെ സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിനകത്ത്, ഒരുപാട് നന്ദിയുണ്ട് ആ കാര്യത്തിൽ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേട്ടറ്റും സീറ്ററ്റും അടക്കമുള്ള പല എക്സാമുകളും PSC ടോക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിജയിച്ച് പോയ 100 കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതിനിധി കൂടിയാണ് നമ്മുടെ ക്യുവൽസ് സാറ്. അപ്പം ക്യുവൽസ് സാറിന് ഒരു ആസ് ആൻ ആസ്പിറൻറ്റ് അല്ലെങ്കിൽ PSC ടോക്കിലെ ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അധ്യാപകനായി പിന്നീട് താങ്കൾ മാറുകയുണ്ടായി, ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് കുട്ടികളോട് എന്താണ് പൊതുവായിട്ട് സാറിന് പറയാനുള്ളത്? പലരും ഏതെങ്കിലും ഒരു കോച്ചിങ്ങിന് പോയി ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ലീവ് എടുക്കാനുള്ള ചിന്ത ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പകരം ഇപ്പം നിങ്ങൾ പാഷനേറ്റ് ആണ് എന്ന് പറയും, പ്രത്യേകിച്ച് ടീച്ചിങ്. ഞാനിപ്പോൾ ഒരു ടീച്ചിങ്ങിൽ പാഷനെ കണ്ടെത്തി വളരെ താമസിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ഒരു മേഖലയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നാണെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. അപ്പം ഇന്നത്തെ തലമുറ അങ്ങനെയുള്ള ആൾക്കാർ കോമ്പറ്റീറ്റീവാണ്, ഭയങ്കരമായിട്ട് ജോലി വാങ്ങണം, ഇഷ്ടപ്പെട്ട ജോലി വാങ്ങണം എന്നൊരു ചിന്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ജോലിയോട്ട് എത്തിപ്പെടുന്നതിന് പകരമായിട്ട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ടീച്ചിങ് എന്നുള്ള മേഖല അല്ലെങ്കിൽ ഇത്തരം കോഴ്സുകൾ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തെ ഭാവിയെ മാറ്റുക എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ലല്ലോ, നമ്മുടെ ഒരു ചെറിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടുക. ഒരു പ്രോപ്പറായിട്ടൊരു 6 മന്ത് നിങ്ങളുടെ കോഴ്സ് അല്ലെങ്കിൽ 1 ഇയറിൻ്റെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ എടുത്തിട്ട് വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഒന്നത്. 2, ചിലപ്പം നിങ്ങൾ പറയും നിങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജോലി വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഇപ്പം ടൈം കിട്ടാറില്ല. എക്സ്ക്യൂസസ് പറയുകയാണെങ്കിൽ എനിക്ക് എക്സ്ക്യൂസ് പറയാൻ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല, കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നെഗറ്റീവ് മാർക്കിംഗ് സംഭവമില്ല കേട്ടറ്റിൻ്റെ. ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വരാം പറയാൻ. ഇപ്പം എനിക്കൊന്ന് കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടറ്റ് നെഗറ്റീവ് മാർക്കിങ്ങിനെ ബന്ധപ്പെട്ടിട്ട്, കേട്ടറ്റിൻ്റെ സീറ്റിൻ്റെ അത് ഒരു ചർച്ച വരുന്നുണ്ട്. അപ്പം അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും. കാരണം കേരള PSCക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, LPSCക്ക് നെഗറ്റീവ് മാർക്കിംഗ് എല്ലാം ഓക്കെയാണ്. പക്ഷേ അധ്യാപകരെ സംബന്ധിച്ചൊരു ഭാഗ്യമാണ് ഈ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത്. അപ്പം പ്രോപ്പറായിട്ട് നമ്മളത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സമയം കളയരുതെന്ന് പറയാനുള്ളൂ. അപ്പം ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി കാശ് മുടക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിനൊന്നും നിൽക്കാതെ ടൈമാണ് നമ്മുടെ എല്ലാവരുടെയും വാല്യുബിൾ സാധനം, ടൈം തന്നെയാണ്. ആ ടൈം വേസ്റ്റ് ആക്കാതെ വർക്ക് ചെയ്യുക. ഒരു ചെറിയൊരു എമൗണ്ട് ഫീസൊക്കെ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അടച്ച് കോച്ചിങ്ങിന് കയറി കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. ഒരു 6 മന്ത് റെഗുലറായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു ഗവൺമെൻറ് ജോലി അധികം ദൂരമൊന്നുമല്ല. ഉത്തമ ഉദാഹരണം കൂടാണ്. ഇപ്പം വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നു ഇപ്പോൾ. അതെ. അപ്പം സാറ് പറഞ്ഞതാണ്, തിരയെല്ലാം
ഒതുങ്ങിയിട്ട് കപ്പൽ ഇറക്കാം അല്ലെങ്കിൽ പായ്വഞ്ചി ഇറക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും തിര ഒതുങ്ങത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ തിരയോടൊപ്പം തന്നെ തിരയെ മറികടന്നുകൊണ്ട് നമ്മൾ നമ്മുടെ പായ്വഞ്ചി ഇറക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഈ ആത്മാർത്ഥമായ പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തീർച്ചയായും PS ഡോക്കും നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ PS ഡോക്കും പുതിയൊരു കേട്ടറ്റിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ താഴെ കാണുന്ന ഹെൽപ്പിംഗ് നമ്പർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാം. അപ്പം ഇത്രയും സമയം നമുക്ക് വേണ്ടി നിങ്ങളുടെ ഇൻഫർമേഷൻ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി പങ്കുവച്ച ക്യുവൽ സാറിന് ഭാവിയിലേക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഒപ്പം നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.